ദേവ്യാനി നയനെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അനാമികയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല. അങ്ങനെ നയന അനന്തപുരിയിൽ വന്നതിന് ശേഷം കിച്ചണിലൊന്നും കയറാതെ എപ്പോഴും റെസ്റ്റ് തന്നെയാണ്. ഇതിനെല്ലാം അനാമിക ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും അവളെ കൊണ്ട് അടുക്കള ജോലികളെല്ലാം ഞാൻ ചെയ്യിപ്പിക്കും. അവളെ അങ്ങനെ സുഖിച്ച് ജീവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ഒരു രാജകുമാരി മതി, അത് ഞാനാണ്. അല്ലാതെ വലിഞ്ഞു കയറി വന്നവളൊന്നും ഇവിടെ ആളാക്കാൻ നോക്കേണ്ട. ഇവളെ എന്തായാലും ഇവിടുത്തെ അടുക്കളക്കാരിയാക്കി തന്നെ മാറ്റണം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് അനാമിക. അങ്ങനെ പിറ്റേ ദിവസം ദേവ്യാനി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇത് കണ്ടാണ് അനാമിക അങ്ങോട്ട് വരുന്നത്. വല്യമ്മ അമ്പലത്തിൽ പോവുകയാണ്. ഇതാണ് പറ്റിയ സമയം. ആ നയനെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അടുക്കളയിൽ കയറ്റണം, എല്ലാ ജോലികളും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനിയുടെ റൂമിലേക്ക് പോവുകയാണ് അനാമിക. നയനെ, വല്യമ്മ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് നിന്നോട് പറയാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നീ എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇക്കാര്യം നിന്നോട് പറയാൻ വല്യമ്മ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അനാമിക പറയുകയാണ്. നീ ഇവിടെ റെസ്റ്റ് എടുക്കാതെ അടുക്കളയിൽ പോയി നല്ല അടിപൊളിയായിട്ട് ചായയും പലഹാരം ഒക്കെ ഉണ്ടാക്കാൻ നോക്ക്. വല്യമ്മ അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും ടേബിളിൽ എല്ലാം റെഡി ആകണം. എന്നാൽ അനാമികയുടെ വാക്കുകൾ കേട്ട് നയനയ്ക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട്. അമ്മ എന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, പിന്നെ ഇവളോട് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ വിഷമത്തോടെ ആലോചിക്കുകയാണ് നയന. ഈ സമയം ജാനകിയും ജലജയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അനാമികയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അങ്ങനെ ജലജ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഇവൾക്ക് എന്താ മോളെ കുഴപ്പം? ഇപ്പോഴും ഇവൾ റെസ്റ്റിലാണ്, ഒരു ജോലിയും ചെയ്യുന്നില്ല. ഇവർക്കുള്ള ഭക്ഷണ സമയത്തിന് നമ്മൾ എത്തിക്കുന്നു. ഏടത്തി എന്താണ് ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ് ജലജ. ഇവൾക്ക് അതിനൊരു കുഴപ്പവുമില്ല അപ്പച്ചി, വലിഞ്ഞു കയറി വന്ന ഇവളാണ് രാജകുമാരിയെ പോലെ കഴിയുന്നത് എന്നൊക്കെ അനാമിക പറയുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട്. നയന പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നയന എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ജോലിയും ചെയ്ത് കഴിയുമ്പോഴേക്കും നയനയ്ക്ക് വല്ലാത്ത ക്ഷീണവും തലക്കറക്കവും വരുന്നുണ്ട്. അങ്ങനെ നയന പതുക്കെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ തളർന്ന് ബെഡിലിരിക്കുന്ന നയനയെ കണ്ട് ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. നയനെ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ കുളിക്കാൻ പോയ സമയത്ത് നിന്നെ റൂമിൽ കണ്ടില്ലല്ലോ. അമ്മ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്നോട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അമ്മ ഇക്കാര്യം പറഞ്ഞതായി അനാമികയാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമ്മ വരുമ്പോഴേക്കും വേഗം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കിച്ചണിൽ പോയതാണ്. ഇത് കേട്ടപ്പോൾ ആദർശിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ പറയില്ല. ആ അനാമികയാണോ ഇക്കാര്യം എന്നോട് പറഞ്ഞത്? അതെ ആദർശേട്ടാ, അവളാണ് എന്നോട് പറഞ്ഞത്. അമ്മ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. നയനയുടെ വാക്കുകൾ കേട്ട് ആദർശിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് ദേവ്യാനി അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്നത്. അങ്ങനെ ആദർശ് ദേവ്യാനിയോട് പറയുന്നുണ്ട്, അമ്മേ, നയനയ്ക്ക് റെസ്റ്റ് പറഞ്ഞതല്ലേ, അവൾക്ക് കുറച്ചെങ്കിലും വൈകുമായിരുന്നെങ്കിൽ അവളിങ്ങനെ കിടക്കില്ലായിരുന്നു. അവൾ കിച്ചണിൽ കയറി എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കി തന്നേനെ. അമ്മ എന്തിനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നയനയോട് പറഞ്ഞത്? അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. എന്തായാലും നയനെ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണം. ഞാൻ എന്തായാലും ഡോക്ടറെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. മോനെ, ഞാൻ നയനയോട് അങ്ങനെയൊന്നും പറയാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേവ്യാനി ആദർശിൻ്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ദേവ്യാനി നയനയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞത്? ഇക്കാര്യം എന്നോട് പറഞ്ഞത് അനാമികയാണ്. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി അമ്മ എന്നെ ഏൽപ്പിച്ചതായി അനാമിക പറഞ്ഞല്ലോ. ഞാൻ എന്നെ പറഞ്ഞത് കേട്ടപ്പോൾ ദേവ്യാനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദേവ്യാനി കലി തുള്ളിക്കൊണ്ട് അനാമികയുടെ അടുത്തേക്ക് പോവുകയാണ്. എടി അനാമികയെ, ഞാൻ നമ്മളോട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറയണമെന്ന് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരുന്നോ? മേലെ ഇതുപോലുള്ള കള്ളങ്ങൾ നീ പറഞ്ഞാൽ ഒരിക്കലും നീ ഇവിടെ കാണില്ല. ദേവ്യാനിയുടെ വാക്കുകൾ കേട്ട് അനാമിക ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. വലിയമ്മ, എനിക്കൊരു തെറ്റ് പറ്റി, ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെ പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. ദേവ്യാനിയുടെ ഉറക്കെയുള്ള സ്വരം കേട്ട് ജാനകി ജലജി ആകെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്.